ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി പോകുന്ന പോലെയാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം, എന്തെങ്കിലും ആൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം. ത്രോട്ട് ചക്ര, മൂമെൻറ്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ്, അവെയർനെസ്, മൂവിങ് ഓൺ, ഒരു കാർഡ് കൂടി എടുക്കാം. ഡിസെപ്ഷൻ ആൻഡ് എൻവി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖകരമായിട്ടുള്ള ഒന്നല്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. അതായത് കറൻ്റ്ലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഏതൊക്കെയോ തരത്തിൽ ട്രസ്റ്റ് ഇഷ്യൂസ്, ചീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു ചോയ്സ് ചൂസ് ചെയ്ത് പോയൊരു വ്യക്തിയായിരിക്കും. മറ്റേതെങ്കിലും ഒരു ചോയ്സിലേക്ക് പോയതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ, ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോയൊരു വ്യക്തിയോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂടുതലൊരു അറ്റൻഷനോ കാര്യങ്ങളോ തരാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണോ ആണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചിലപ്പോൾ ഒരു നല്ലൊരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ അതൊന്നും ഈ ഒരു പേഴ്സൺ പറഞ്ഞറിഞ്ഞതല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് കൊണ്ടോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളോട് ആരും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സ്വയമേ ഒരു തിരിച്ചറിവ് വരാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്. ചിലപ്പോൾ പാർട്ട്ണറിൽ നിന്ന് ഒരു ചീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആദ്യം ചിലവർക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല. ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ കാലക്രമേണ ചില കാര്യങ്ങൾ നമ്മളുടെ കൺമുന്നിലൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ യൂണിവേഴ്സ് കൊണ്ടുവരാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബോധ്യമുണ്ട് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്. ഇപ്പോൾ ചീറ്റ് ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞൊരവസ്ഥ നമുക്ക് ഈ സിറ്റുവേഷനിൽ കാണാം. എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വിട്ട്, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പ്രിഫറൻസ് തരാതെ വേറെ ചില കാര്യങ്ങളുടെ പുറകെ ഒരു വ്യക്തി പോകുന്നു, അല്ലെങ്കിൽ അതിനകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ആകുന്നു എന്ന് പറയുമ്പോൾ എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിൽക്കുന്ന ആ ഒരു വ്യക്തി ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ, സങ്കടം ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, ചിലപ്പോൾ അതിൽ നിന്ന് കരകയറി വരാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷനും വരാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വലിയൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് കാണിക്കാത്ത ഒരു പേഴ്സൺ എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു പ്ലാനിങ് മനസ്സിനകത്തുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ തന്നെ പോയാൽ മതി, എന്താണ് ആളുടെ ഒരു കാൽക്കുലേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. 2 ഓഫ് കപ്സ്, ചാമ്പ്യൻ ഓഫ് കപ്സ്,
Nine of Swords, Oracle of Wands, the Hanged One, Ace of Wands, the Star, Champion of Swords, Two of Swords, Two of Wands, Elder of Swords, Apprentice of Swords, Nine of Cups, Ten of Pentacles, Seven of Cups, and Four of Wands. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള എനർജീസ് തന്നെ ടു ഓഫ് കപ്സ് ആൻഡ് ചാമ്പ്യൻ ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെ. ദാറ്റ് മീൻസ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തിയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. മാറി നിൽക്കുന്നൊരു വ്യക്തിയാണ്, മറ്റേതോ ഒരു കാര്യം തിരഞ്ഞെടുത്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ നിങ്ങളോടുള്ള ഒരു മനോഭാവം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇമോഷണലി നിങ്ങളോട് നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ മിസ്സിങ് ഫീലിംഗ് ഒക്കെ നിങ്ങളോട് തോന്നുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. മാറി നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അവർ ഈ ഒരു അവസരത്തിൽ ഡ്രീം ചെയ്യുന്നുണ്ടാവും. അതായത് അവർക്ക് ഇതിനകത്തേക്ക് വരാനുള്ള ഒരു താല്പര്യമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ എടുത്തപ്പോൾ നമുക്ക് അതിനകത്ത് ആ ഒരു ചീറ്റിംഗ് എനർജി ഉൾപ്പെടെ വന്നതാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് പോയൊരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഈ ഒരു പേഴ്സണും സ്റ്റിൽ ഒരു പെയിൻ ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ ഈ ഒരു പേഴ്സൺ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ എടുക്കാനായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജി കൂടി കാണാം. പക്ഷെ പലപ്പോഴും നമുക്ക് ഒരു 2-3 ടൈംസ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ 2-3 തവണ കയറി വന്നിട്ടുണ്ട്. അതായത് വളരെയധികം സ്ട്രെങ്തോടു കൂടി ആക്ഷൻ എടുക്കാനായിട്ട് ചിന്തിക്കുമ്പോൾ ഒന്ന് സ്റ്റക്ക് ആവുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ അപ്പോൾ പിന്നിലേക്ക് വലിക്കുന്ന ഒരു എനർജി നമുക്ക് 2-3 തവണ റിപ്പീറ്റ് ആയിട്ട് പലപ്പോഴായിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ഒരുങ്ങുമ്പോൾ ചില കാര്യം അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. അവർക്ക് അതിനകത്തേക്ക് വരാതെ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്ന ഒരു സമയത്ത് പുറകിലേക്ക് വലിക്കുന്ന എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കാണും. ചിലപ്പോൾ ഇവർ പോയിട്ടുള്ള ആ ഒരു ചോയ്സ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണ്. മറ്റൊരു ചോയ്സ് അല്ലെങ്കിൽ വേറൊരു കാര്യമാണ് അവർ തിരഞ്ഞെടുത്തത്. വേറൊരു കാര്യം വന്നതുകൊണ്ടാണ് ഇതിനകത്ത് അലംഭാവം ഉണ്ടായതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ ഒരു എനർജി ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ മറ്റൊരു കാര്യം വന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയായിരിക്കും സ്റ്റിൽ ഇവരെ പിന്നിലേക്ക് വലിച്ചു നിർത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന അവർ ചിലപ്പോൾ പർപ്പസ്ഫുള്ളി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി പോയതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ലൈഫിൽ, അതായത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരൊരു തീരുമാനമെടുത്തേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുള്ളപ്പോൾ അതിനോടൊപ്പം എനിക്കിത് കൊണ്ടുപോകാൻ സാധിക്കില്ല, സോ വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും എനിക്കിതിൽ നിന്ന് മാറി നിന്നേ മതിയാവൂ എന്നുള്ളൊരു രീതിയിൽ ചിലപ്പോൾ സംഭവിച്ചതായിരിക്കാം. കാരണം ഇവരുടെ ഒരു ഇമോഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്തരത്തിലാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഏത് തീരുമാനമാണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നതിന് മുൻപ് ഒരുപാട് ആലോചിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചറും കൂടി എന്തായിരിക്കും എന്നുള്ളത് നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷനും കൂടി പറയുന്നത് കേട്ട് നമ്മൾ തീരുമാനം എടുക്കണം എന്ന് പറയുന്നത്. ഹറിബറി ആയിട്ടൊരു തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ നമ്മളത് ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചില തീരുമാനങ്ങളെന്ന് പറയുന്നത് നമുക്ക് തിരുത്തിയെടുക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, പോയ ബുദ്ധി ആന പിടിച്ചാൽ തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ
അത് അവിടെ കഴിഞ്ഞു. പിന്നെ അത് തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സണും ചിലപ്പോൾ അങ്ങനെയുള്ള രീതിയിലായിരിക്കാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോട് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ട് നിങ്ങളോടൊപ്പം ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു പേഴ്സൺ ആയിരിക്കാം. എന്നിട്ടായിരിക്കാം ചിലപ്പോൾ വേറൊരു കാര്യം ചൂസ് ചെയ്ത് നിങ്ങളെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് പോയിട്ടുള്ളത്. ഇപ്പോൾ സൈലന്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. നിങ്ങൾ കുറേ നാൾ എന്ത് പറ്റി അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ള യാതൊരു ഐഡിയ ഇല്ലാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ കാര്യങ്ങൾക്കെല്ലാം കുറച്ച് ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ സ്റ്റിൽ നമ്മളിവിടെ നോക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു സ്റ്റക്നെസ് വരുന്നുണ്ട്. എങ്കിലും ഇവിടുത്തെ പല എനർജീസിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയുന്നത് ആ ഒരു റീകൺസിലിയേഷൻ ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ ഒരു എനർജീസ് എല്ലാം കാണാം. ഏസ് ഓഫ് ഫോൺസ്, സ്റ്റാർ എനർജി ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അത്രയും പ്രതീക്ഷയുണ്ട്. അവരുടെ മനസ്സിനകത്ത് അവരായിട്ട് തന്നെ ആക്ഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്കും അതിനകത്തൊരു സ്റ്റക്നെസ് ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാറും എന്നുള്ളൊരു ഹോപ്പിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മെമ്മറീസ് വരുമ്പോഴായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടബോധം വരുമ്പോഴൊക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഹ്, ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. പെട്ടെന്ന് ഓടി വരിക, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു മെസ്സേജസ് ഒക്കെയാണ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റക്നെസ് ഇവിടെയും കയറി വരുന്നുണ്ട്. ഒരു ആശങ്ക, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ ശരിയാവും, എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളൊരു ഫിയർ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ വിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നായിരിക്കാം. ആ ഒരു കാര്യത്തിൽ അവിടെ ഒരു സ്റ്റക്നെസ് വരുന്നതായിട്ട് നമുക്ക് കാണാം. എങ്കിലും ഈ ഒരു വ്യക്തി വളരെ തീവ്രമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അവരുടെ ഒരു തീരുമാനം എന്താണ്? റിലേഷൻഷിപ്പ് പോകുന്ന പോലെ പോട്ടെ എന്നാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ പോകുന്ന പോലെ പോട്ടെ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല. ഈ ഒരു സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആ സെപ്പറേഷൻ ഫേസിൽ തന്നെ അങ്ങോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് മാറ്റം കൊണ്ടുവരണം. ആ മാറ്റം കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു പ്ലാനിങ് ഉണ്ട് ഈ ഒരു പേഴ്സണ്. തീർച്ചയായിട്ടും അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഒരു ബ്രേക്ക് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നത് തന്നെ. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ മറ്റു പലരോടും തിരക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന സംഗതികൾ തന്നെയായിരിക്കും. കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരോട് അന്വേഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളെ ചിലപ്പോൾ സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എടുത്തപ്പോഴും അവിടെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞാണ് അങ്ങനെ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാവണമെന്നില്ല. ഒരു പ്രോപ്പറായിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ശരിയല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലല്ല മുന്നോട്ട് പോവേണ്ടിയിരുന്നതെന്നുള്ളത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെടുത്തി കളയാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവർക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ വേണം. അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് വേണ്ടാന്ന് വെക്കാനോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റക്നെസ് വരുമ്പോഴത്തേക്കും എന്നാൽ അത് വേണ്ട, അത് പെൻഡിങ്ങിലേക്ക് ഇടാമെന്ന് ചിന്തിക്കാനോ കഴിയുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെ പിന്നിലേക്ക് വലിക്കുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് എന്താണോ അതാണ് അവരെ ഇപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇല്യൂഷനിലൊക്കെ പെട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് അനാവശ്യമായിട്ട് ചില കാര്യങ്ങളിൽ പോയിട്ട് തലയിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് പിന്നെ വലിയ പ്രയാസമായിരിക്കും. പിന്നെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായി പോവാം. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ആഹ്, അങ്ങനെ ഈസി ആയിട്ട് ഊരിപ്പോരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണക്കാരെന്ന് പറയുന്നത് ചിലപ്പോൾ അവർ തന്നെയായിരിക്കും. ഫാമിലി പോലെയുള്ള കാര്യങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അല്ലാതെ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ ചെന്ന് തലവെച്ച് കൊടുക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു ആവശ്യവുമില്ലാതെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടെംപ്റ്റേഷൻ്റെ പേരിൽ മറ്റൊരു കാര്യത്തിലേക്ക് പോയതായിരിക്കാം.
പിന്നെ അവിടെ അങ്ങനെ പെട്ടുപോകുന്നൊരവസ്ഥ. അത് തെറ്റാണ്, അല്ലെങ്കിൽ അതിൽ പോകരുത്, അത് നിന്ന് കഴിഞ്ഞാൽ അത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും ഒരു ചെന്ന് കയറിയ അത്രയും ഈസി ആയിട്ട് ഊരിപ്പോരാൻ കഴിയണമെന്നില്ല. അങ്ങനെയുള്ളൊരു സ്റ്റക്നെസ് ചിലപ്പോൾ ഈ ഒരു പേഴ്സണും ഇപ്പം നമ്മൾ പറയുന്ന ഈ ഒരു സ്റ്റക്നെസ് അവർ വരാൻ ആഗ്രഹിക്കുമ്പോഴും അവരെ പിന്നിലേക്ക് വലിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പേഴ്സൺ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണെന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് എനർജി വന്നിട്ടുണ്ട്, ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് അതിലാണ്. എങ്കിലും പലപ്പോഴായിട്ട് ഈ ഒരു സ്റ്റക്നെസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാം, ഈ ഒരു പേഴ്സൺ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കില്ല, അല്ലെങ്കിൽ പ്ലാനിങ് മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും അവർ ചില കാര്യങ്ങൾ സ്റ്റക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു നിങ്ങൾ തമ്മിൽ ആ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്സിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ആക്ഷൻ എന്നുള്ളത് മാത്രമല്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു പരിവർത്തനത്തിൻ്റെ കാർഡ് കൂടിയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള സാഹചര്യം മാറും. ഒരുപക്ഷെ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കാനുള്ള സമയമായിട്ടുണ്ടാവും. അതും കൂടി നമുക്കിവിടെ വളരെ ശക്തമായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 9, നമ്പർ 12, നമ്പർ 20 ആൻഡ് നമ്പർ 17. ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, അക്വേറിയസ്, ലീബ്ര, ജെമിനൈ ആൻഡ് ലിയോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഫേസിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു സ്ട്രോങ് ബോണ്ടിങ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. ചിലപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചെന്ന് വരില്ല, കാരണം ചീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ചിലവർ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവാത്ത ആൾക്കാരുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ മൂൺ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങളത് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.